സിനിമ ഉപേക്ഷിച്ച് തമിഴക വെട്ടിക്കഴകം എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ച് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ആരാധകർക്ക് ചെറിയ രീതിയിൽ സങ്കടം ഉണ്ടാക്കിയ കാര്യമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ തീരുമാനത്തെ അവർ മനസ്സറിഞ്ഞ് സ്വീകരിച്ചിരുന്നു. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ദളപതി 69ഓടുകൂടെ വിജയ് അഭിനയം നിർത്തിയാൽ ഇനി റിലീസ് സമയത്ത് കൊട്ടും മേളവുമൊക്കെയായി സിനിമയെ വരവേൽക്കാനും ആർത്തുല്ലസിക്കാനും സാധിക്കില്ലല്ലോ എന്ന വിഷമമുണ്ടെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന അണ്ണൻ എല്ലാ പിന്തുണയും നേരുന്നു എന്നാണ് ദളപതി ഫാൻസ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വിജയുടെ തമിഴ് ആരാധകർ ഇപ്പോൾ അത്ര തൃപ്തരല്ല. കേരളത്തിലും കടൽ പോലെ ആരാധകരുള്ള വിജയ് മലയാളികൾക്ക് ഓണം ആശംസിച്ച് പോസ്റ്റ് പങ്കുവച്ചത് കുറച്ചു ദിവസമായി തമിഴകത്ത് വലിയ ചർച്ചയാണ്. തമിഴ് കൊല്ലപ്പിറവിക്കും അടുത്തിടെ നടന്ന വിനായക ചതുർത്ഥിക്കുമൊന്നും ആശംസകൾ അറിയിച്ച ഒരു പോസ്റ്റ് പോലും പങ്കുവെക്കാത്ത വിജയ് ഓണാഘോഷത്തിന് മലയാളികളെ ആശംസിച്ചത് ഒട്ടും ശരിയായില്ല എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത്. ഇപ്പോൾ ഈ വിഷയത്തോടുള്ള സംവിധായകൻ മോഹൻജിയുടെ പ്രതികരണം കൂടി ശ്രദ്ധേയമാവുകയാണ്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും പക്ഷേ അദ്ദേഹത്തിന്റെ റൂട്ട് ശരിയല്ലെന്നും വിനായക ചതുർത്ഥിക്ക് തമിഴ് ജനങ്ങൾക്ക് ആശംസ അറിയിക്കാതെ ഓണാഘോഷത്തിന് ആശംസ അറിയിച്ചത് തെറ്റായി പോയി എന്നുമാണ് മോഹൻജിയുടെ പ്രസ്താവന. ഇതിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യത്തിനാണ് ആരാധകർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനായക ചതുർത്ഥിക്ക് ആശംസിക്കാത്തതിന് കാരണം ഒരുപക്ഷെ അത് ഹൈന്ദവ ആഘോഷമായതുകൊണ്ടാകാം എന്നാണ് മോഹൻജി ചൂണ്ടിക്കാട്ടുന്നത്. വിനായക ചതുർത്ഥിക്ക് ആശംസ അറിയിച്ചാൽ അത് BJPയെ പിന്തുണയ്ക്കുന്നത് പോലെ ആവാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് മാത്രം പലർക്കും ആശംസ അറിയിക്കാൻ പേടിയാണെന്നും മാധ്യമങ്ങൾ അത് പുറത്തുവിടുന്നതും ആ രീതിയിലായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വിനായക ചതുർത്ഥിക്കും BJP പാർട്ടിക്കും തമ്മിൽ ബന്ധമില്ല എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കിയാൽ അത് തീരുമെന്നും മോഹൻജി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ കാരണം കൊണ്ടാകാം വിജയ് വിനായക ചതുർത്ഥിക്ക് ആശംസകൾ അറിയിക്കാതെ ഓണാശംസകൾ അറിയിച്ചത് എന്ന കമന്റുകളാണ് വിജയുടെ തമിഴ് ഫാൻസ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴും എന്തുകൊണ്ട് തമിഴ് പുത്താണ്ടുനാൾ വാഴ്ത്തുക്കൾ അറിയിച്ചില്ല എന്ന പരിഭവം ബാക്കിയാണ്. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വലിയ വിഭാഗം ഫാൻസും ഇക്കൂട്ടത്തിലുണ്ട്. എന്തായാലും വിജയ് നായകനായി എത്തിയ ദി ഗോട്ട് ആഗോളതലത്തിൽ 400 കോടി കടന്ന് കുതിക്കുകയാണ്. ഈ വർഷം കോളിവുഡിൽ റിലീസായ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി മാറിയിരിക്കുകയാണ് ഗോട്ട്. ചിത്രത്തിന് 2ാം ഭാഗം ഉണ്ടാകുമെന്നും നായകൻ ആരായിരിക്കും എന്നതുമൊക്കെ ഇപ്പോൾ കോളിവുഡിൽ ചർച്ചയായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് തന്നെ വിജയുടെ അവസാന ചിത്രമായി കണക്കാക്കപ്പെടുന്നത് ദളപതി 69 എന്ന സിനിമയാണ്. എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ എത്താൻ പോകുന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അടുത്തിടെയാണ് നടന്നത്. ഈ ചിത്രത്തിൽ വിജയുടെ വില്ലനായി ബോളിവുഡ് താരം ബോബി ഡിയോൾ എത്തുന്നു എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. കമൽഹാസന്റെ കരിയറിലെ 233ാമത്തെ ചിത്രമായി ഒരുങ്ങേണ്ടിയിരുന്ന സിനിമയായിരുന്നു ഇതെന്നും എന്നാൽ കമൽഹാസൻ ചിത്രം ഉപേക്ഷിക്കുകയായിരുന്നെന്നും കമലിനേക്കാൾ മുമ്പേ മറ്റു ചില താരങ്ങളെയും എച്ച് വിനോദ് ഇതേ കഥയുമായി സമീപിച്ചിരുന്നു എന്നുമാണ് വാർത്തകൾ. ഇക്കാര്യത്തിൽ എച്ച് വിനോദ് പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. എന്തായാലും ഗോട്ടിന്റെ വൻ വിജയത്തിന് പിന്നാലെ അടുത്ത ചിത്രത്തിന്റെ അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരും.